ഈ ഓൾ കേരള ഫസ്റ്റ് റാങ്ക് പ്രതീക്ഷിച്ചായിരുന്നു. ഫെയിലിയറിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ തളരരുത്. പക്ഷേ ഫസ്റ്റ് അത് കണ്ടപ്പോൾ ആ റാങ്ക് ലിസ്റ്റിനകത്ത് ഫൈനൽ ലിസ്റ്റിനകത്ത് പേര് കണ്ടപ്പോൾ അജേഷിന് എന്ത് വന്നു? എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് CGL അറ്റംപ്റ്റ് തന്നെ അജേഷിന് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റി. എൻ്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ പറയുമായിരുന്നു എനിക്ക് കേരള റാങ്ക് കൊണ്ട് അടിക്കണമെന്നൊക്കെ പറയുമായിരുന്നു. 6 to 9 months നല്ലൊരു ഷെഡ്യൂൾ വെച്ച് നല്ല പ്രോപ്പർ സ്മാർട്ട് വർക്കൊക്കെ ചെയ്ത് ഹാർഡ് വർക്കും ചെയ്ത് പഠിച്ചാൽ ആർക്ക് വേണമെങ്കിലും ഒരു വിധം ക്ലിയർ ചെയ്യാൻ പറ്റും. ഏതൊരു ഇന്റർവ്യൂ പാനലിന്റെ മുന്നിൽ പോയാലും നമുക്ക് ഫസ്റ്റ് ചോദ്യം വരുന്നതാണ് നമ്മളൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു, പിന്നെ എന്തുകൊണ്ട് SS? നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടുക. നിങ്ങൾക്ക് കൂടുതൽ കൂളായിട്ട് പോയി എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. എനിക്കിപ്പം ആദ്യത്തെ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ എൻ്റെ കൈയൊക്കെ കിടന്ന് വിറയ്ക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ അവിടെ എക്സാം ഹോളിൽ ഇരുന്ന് എന്നെ കൊണ്ട് പറ്റും, ഞാൻ ഐ എം ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് സെൽഫ് മോട്ടിവേഷൻ, എന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഹായ് ഓൾ, വെൽക്കം ടു വരാന്ത റൈസ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അജേഷ് SB, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, SSC CGL 2025 എക്സാം ക്ലിയർ ചെയ്ത് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന പോസ്റ്റ് ക്ലിയർ ചെയ്തിട്ടിരിക്കുന്ന അജേഷിനെ ഞാൻ ആദ്യം വെൽക്കം ചെയ്യുന്നു. അജേഷിന് SSC CGL എന്ന നമ്മുടെ എല്ലാവരുടെയും ഡ്രീം എക്സാം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റി അജേഷിന്. അപ്പോൾ അതിൻ്റെ ടിപ്സും ട്രിക്സും അതേപോലെ തന്നെ പഠനവിശേഷങ്ങളും ഷെഡ്യൂളും ടൈം ടേബിളും എല്ലാമായിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിൽ ഇന്ന് ചേരുന്നു. അത് അജേഷ് നമുക്കപ്പോൾ സ്റ്റുഡൻസിനോടൊപ്പം ചേരാം. ഓക്കെ, അപ്പോൾ അജേഷ് എന്നായിരുന്നു അജേഷിന് ഇപ്പോൾ ഡിഗ്രി, ഏത് ഡിഗ്രി ആയിരുന്നു? ഞാൻ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഇവിടെ SCT പാപ്പനംകോട് ആണ് പഠിച്ചത്. ഏത് ഇയർ? 2023 ബാച്ച് ആയിരുന്നു. 23 ബാച്ച്. 2024 അജേഷിന്റെ ഫസ്റ്റ് CGL അറ്റംപ്റ്റ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് CGL അറ്റംപ്റ്റ് തന്നെ അജേഷിന് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റി. അന്നേരം അത് നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, നമുക്ക് 2-3 അറ്റംപ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഒരിക്കലും SSC CGL പോലുള്ള എക്സാം അല്ലെങ്കിൽ മിനി സിവിൽ സർവീസ് എന്ന് അറിയപ്പെടുന്ന ഒരു എക്സാം നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. അന്നേരം അജേഷിന് എന്ത് തോന്നുന്നു, ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ക്ലിയർ ചെയ്യാനൊക്കെ പറ്റും. ഒരു 6 to 9 months നല്ലൊരു ഷെഡ്യൂൾ വെച്ച് നല്ല പ്രോപ്പർ സ്മാർട്ട് വർക്കൊക്കെ ചെയ്ത് ഹാർഡ് വർക്കും ചെയ്ത് പഠിച്ചാൽ ആർക്ക് വേണമെങ്കിലും ഒരു വിധം ക്ലിയർ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഇത്. പക്ഷെ അത് പെർ പേഴ്സൺ ഡിപ്പെൻഡ് ചെയ്യും. ചിലർക്ക് ചിലപ്പം അതിൽ കൂടുതൽ വേണ്ടി വരും. കാരണം ചിലവർക്ക് അവർ വരുന്ന ബാക്ക്ഗ്രൗണ്ട് ചിലപ്പം ഈ എക്സാമുമായിട്ട് ഒരു മാച്ചിങ്ങും അല്ലാത്തതായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ സമയം ചിലപ്പം വേണമെങ്കിൽ എടുക്കാം. എന്നാലും നമുക്കൊരു 1-1.5 വർഷം കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന എക്സാം തന്നെയാണ്. അത് കൂടാതെ നമുക്കിപ്പം CHS MTS പോലുള്ള എക്സാംസ് വരുന്നു. അപ്പോൾ CGL നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തായാലും 1 വർഷത്തിനുള്ളിൽ CHS ഏത് എക്സാം ആണെങ്കിലും ക്ലിയർ ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാവരും ഒരു കോമൺ ചോദ്യമാണ്, അല്ലെങ്കിൽ നമ്മളിപ്പം ഏതൊരു ഇന്റർവ്യൂ പാനലിന്റെ മുന്നിൽ പോയാലും നമുക്ക് ഫസ്റ്റ് ചോദ്യം വരുന്നതാണ് നമ്മളൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു, പിന്നെ എന്തുകൊണ്ട് SSC എന്നൊരു ചോദ്യം എല്ലാവരും നമുക്കൊരു കോമൺ ആയിട്ട് ചോദ്യം. അന്നേരം അജേഷ് എങ്ങനെയെങ്കിലും അത് ഫേസ് ചെയ്തിട്ടുണ്ടോ, ആ ചോദ്യം ഫേസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ അധികം ചോദ്യങ്ങൾ വന്നിട്ടില്ല. സംഭവം ഇപ്പം എഞ്ചിനീയറിംഗിൽ മിക്കവരും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പ്ലേസ്മെന്റ് ആവുന്നത് ഈ IT ഫീൽഡിലോട്ടൊക്കെയാണ് കൂടുതലും. ഡയറക്റ്റ് ഈ എഞ്ചിനീയറിംഗ് വർക്കിൽ പോകുന്നവരുടെ പെർസെൻറ്റേജ് വളരെ ലോ ആണ്, എഞ്ചിനീയറിംഗ് പഠിച്ചാൽ പോലും. കാരണം അത്ര വേക്കൻസിയോ അങ്ങനെ ജോബ്സ് ഇല്ല. മിക്കവരും IT ജോബ്സിലോട്ടാണ് പോകുന്നത്, എൻ്റെ കൂടെ പഠിച്ചവരെ മിക്കവരും. അതുകൊണ്ട് ഇതിലോട്ട് പോയാൽ ഓക്കെ. അപ്പം അജേഷിന്റെ ഫസ്റ്റ് SSC എന്ന ഒരു ഡ്രീം പോസ്റ്റ് അല്ലെങ്കിൽ SSC എക്സാം നമുക്കൊരു സെൻട്രൽ ഗവൺമെന്റ് എക്സാം വേണമെന്ന് തോന്നി, ജോലി വേണമെന്ന് തോന്നി SSC എന്ന് ഇതാക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ വരാന്ത റേസിലോട്ട്? സംഭവം എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു 2024 സ്റ്റാർട്ടിങ് ഏപ്രിലാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. അപ്പം എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ഇവിടെ കോളേജ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ വന്ന് 23 ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഫ്രണ്ട്സ് വഴിയും പിന്നെ എൻ്റെ ചേച്ചി ആക്ച്വലി ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് പുള്ളിക്കാരി SSC അല്ല പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്, UPSCക്കാണ്. പക്ഷേ പുള്ളിക്കാരിക്ക് ഈ മറ്റേ CSAT എക്സാം ഉണ്ട്. അപ്പം അതിനുവേണ്ടി ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു, മാക് ക്വാണ്ട് റിലേറ്റഡിന് വേണ്ടി. അപ്പം അങ്ങനെയൊക്കെയാണ് റൈസിനെ പറ്റി അറിഞ്ഞതും ഇവിടെ വന്ന് ജോയിൻ ചെയ്തതും. പിന്നെ അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിനോട് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്നൊരു പോസ്റ്റ് ഇപ്പം ക്ലിയർ ചെയ്തിരിക്കുമ്പോൾ അജേഷിന് എങ്ങനെ ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ഇത്രയും എഫേർട്ട് വർത്താണോ അല്ലയോ? ജസ്റ്റ് അവർക്കൊക്കെ ഒരുപാട് ഡൗട്ടുണ്ട്. ഒരു ഗവൺമെൻറ് ജോബ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ പോലെ ഒരു പോസ്റ്റ് ക്ലിയർ ചെയ്യുമ്പോൾ അതിനൊക്കോളം നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് അത് വെർത്താണോ നമുക്കൊരു തോന്നലുണ്ട്. അത് നമുക്ക് അജേഷിനോട് തന്നെ ചോദിക്കാം. ഈ ജോലി വെർത്താണോ എന്ന് ചോദിച്ചാൽ ഒരുവിധം ഇപ്പം ഒരു പ്രൈവറ്റ് കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും ജോബ് സെക്യൂരിറ്റിയും ആവശ്യത്തിന് സോഷ്യൽ റെക്കഗ്നീഷനും കാര്യങ്ങളും സാലറിയും എല്ലാം ഉള്ളൊരു ജോബ് തന്നെയാണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ. ലെവൽ 7 ആണ്.
ഇപ്പോൾ ഒരു ഇൻസ്പെക്ടറായിട്ട് കയറുന്ന ഒരാൾക്ക് തന്നെ ഒരു ഇൻ ഹാൻഡ് കയ്യിലൊരു 75 ആ റേഞ്ചിലൊക്കെ കിട്ടും. 75,000. അതിപ്പോൾ പേ കമ്മീഷൻ വരുന്നുണ്ട്. പേ കമ്മീഷൻ 2026 തൊട്ട് വരുവാണ്. അപ്പം അത് മിക്കവാറും 1 ലക്ഷത്തിന് മണ്ടയ്ക്ക് മിക്കവാറും പോകും സാലറി. അങ്ങനെ വരുമ്പോൾ ഓഫ് കോഴ്സ് വർത്താണ്. പിന്നെ ഈ UPSCയുടെ അത്ര പവർഫുൾ ജോബൊന്നും അല്ലെങ്കിലും ഒരു അത്യാവശ്യം നല്ലൊരു ജോബാണ്. UPSC ഇപ്പം നമ്മൾ ഒരു SSC വെച്ച് നമുക്ക് UPSCയെ കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. പലരും SSC കയറി ആ ഒരു UPSC റാങ്കിൽ ഇപ്പം കുറേ നെറ്റിലൊക്കെ മിസ്ഇൻഫർമേഷൻ ഇഷ്ടം പോലെ പടരുന്നുണ്ട്. ഈ 5 വർഷത്തിൽ UPSC ലെവലിലൊക്കെ എത്തും. അതൊന്നും എത്തില്ല. ഒരു 15 വർഷമൊക്കെ എടുക്കും. 12-15 വർഷമെങ്കിലും എടുക്കും ആ ഒരു UPSC ലെവലിൽ എത്താൻ. അല്ലെങ്കിലും IAS ലെവലൊന്നും ഒരിക്കലും എത്തില്ല. IRS ലെവലാണ് ഇപ്പം ഇൻസ്പെക്ടറൊക്കെ ഉള്ളത്. അതൊരു 15 വർഷം കൊണ്ടൊക്കെ എത്തത്തേ ഉള്ളൂ UPSCയുടെ ആ ഒരു ലെവല്. ഓക്കെ, അപ്പോൾ നമുക്ക് UPSC നമുക്ക് ഏകദേശം നമുക്ക് ഒരു 1000 വേക്കൻസിയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് പറയാം. UPSC തന്നെ ആഗ്രഹമുള്ളവരല്ല ഒക്കെ ഇപ്പം ഈ ചില UPSC നോക്കുന്ന പലരും ഇത് നോക്കില്ല, SSC നോക്കില്ല. അവർ അത് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ഇതാണ് വരുന്നത്. അപ്പം അതിൻ്റെ സിലബസും ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല. അത് നല്ല ഇപ്പം ടോപ്പ് IITസിൽ പഠിച്ചവരും IIMC പഠിച്ചവരും എല്ലാം അതിൽ UPSC നോക്കുന്നവരാണ്. അപ്പം ഈ സാധാ കോളേജസ് അങ്ങനെ പഠിച്ചവർക്കൊന്നും അത് പറ്റില്ലെന്നല്ല, അത് പറ്റും. പക്ഷേ ഈ ഇത്രയും IITയിലൊക്കെ പഠിച്ചവരൊന്നും ചിലപ്പോൾ ഈ SSC നോക്കിയെന്ന് ചിലപ്പോൾ വരില്ല, അവരുടെ ആ ഒരു നിലവാരമൊക്കെ വെച്ച്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരുവിധം UPSC കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ഏറ്റവും നല്ലൊരു എക്സാം എന്ന് പറയുന്ന SSC CGL തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതാക്കുന്നത് നമ്മൾ ഒരുപാട് പോസ്റ്റിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു. ഇനി നമ്മൾ എല്ലാ സ്റ്റുഡൻസും കാത്തിരിക്കുന്നത് പോലെ സ്റ്റഡി ടിപ്സിലോട്ടും സ്റ്റഡി സ്ട്രാറ്റജിയിലോട്ടും പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു 2024 അജേഷ് ഫസ്റ്റ് ടൈം SSC CGL എഴുതിയപ്പം തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റി. അജേഷ് ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരുന്നത് തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അന്നേരം ആ ഫസ്റ്റ് ആയിട്ട് CGL എഴുതിയപ്പോൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റാണ് അജേഷ് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്തത്? എനിക്ക് മെയിനായിട്ട് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നത് GK-ലായിരുന്നു. എനിക്കിപ്പം ഇംഗ്ലീഷ് ഞാൻ പഠിച്ചതും ഇതുമെല്ലാം കേന്ദ്രീയ വിദ്യാലയ CBSE അങ്ങനെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. എനിക്ക് ഇംഗ്ലീഷൊക്കെ ഒരു ആവശ്യത്തിന് റേഞ്ച് 70-80% മാർക്ക്, 40 മാർക്കൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ റീസണിങ്ങും അത്ര വലിയൊരു ഇപ്പോൾ CGLൻ്റെ റീസണിങ് ഒക്കെ എന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. പിന്നെ ക്വാണ്ട് കുറച്ച് ബേസിക് അർത്ഥമെറ്റിക്കും കാര്യങ്ങളും ഒക്കെ എനിക്ക് അറിയായിരുന്നു. ബാക്കി പിന്നെ പഠിച്ചെടുക്കാറുണ്ടായിരുന്നു. മെയിനായിട്ട് എനിക്ക് ഡിഫിക്കൽട്ടി തോന്നിയത് GK-ലായിരുന്നു. GK-ൽ എനിക്കിപ്പം സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ എനിക്ക് 0 മാർക്കും ചിലപ്പോഴൊക്കെ നെഗറ്റീവൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ എക്സാമിൽ എനിക്ക് CGL 25 മെയിൻസിന് എനിക്ക് തോന്നുന്നു 21 ശരിയും 59 മാർക്ക് എനിക്കുണ്ട് GK-ൽ. ചിലപ്പോൾ അത് കൂടിക്കാണും, ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും മാർക്ക് വരെ ഞാൻ ആ ഒരു ഇത്രയും കുറഞ്ഞ മാർക്കിൽ നിന്ന് ഇത്ര എത്തിക്കാൻ പറ്റി. അതായിരുന്നു എൻ്റെ മെയിൻ. അതെ, എൻ്റെ ഏറ്റവും പാടുള്ള സബ്ജക്റ്റ് എനിക്ക് മെയിനായിട്ട് GK ആയിരുന്നു. ഏറ്റവും വീക്കസ്റ്റ് സബ്ജക്റ്റ് അത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് സബ്ജക്റ്റ് ആക്കി ഇതിൽ 59 മാർക്ക് എന്ന് പറയുന്ന അത്രയും നല്ലതായിട്ട് നമുക്ക് ഒരു എഫേർട്ട് നമ്മൾ ആ GK-ക്കകത്ത് ഇട്ടു. അന്നേരം മാത്സിൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് ഫേസ് ചെയ്യുന്നതാണ് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആകുമ്പോൾ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നതാണ് GK-ക്കകത്ത് വിഷയം. പക്ഷേ ഒരുപാട് ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസും അതേപോലെ നമുക്ക് ആർട്സ് ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ പറയുന്നത് മാത്സ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു വിഷയമായിട്ടാണ് പറയുന്നത്. മാത്സ് റീസണിങ് ഏകദേശം 2 മാസം കൊണ്ട് പ്രാക്ടീസും കൊണ്ട് ശരിയോ. പക്ഷേ മാത്സിൽ എങ്ങനെയായിരുന്നു അജേഷ്? എല്ലാ ദിവസവും ചെയ്യുമായിരുന്നോ, അതോ മോക്ക് ടെസ്റ്റിൽ മാത്രം വരുന്നതായിരുന്നോ, അതോ മിസ്റ്റേക്സ് എങ്ങനെയായിരുന്നു? മിസ്റ്റേക്സ് ആദ്യമേ വരുമായിരുന്നോ, അതോ ഡയറക്റ്റ് ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്ത് കൊടുത്തോ, അതോ മോക്ക് ടെസ്റ്റ് ആണോ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിനാണോ സമയം കൊടുത്തത്? ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ഒരുവിധം ക്ലാസ് കണ്ടു. ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ പുനീത് ചൗധരി എന്ന് പറയുന്നത് സാറുണ്ടായിരുന്നു, പുള്ളിയുടെ ക്ലാസ്സസ് ഇരുന്ന് കാണുമായിരുന്നു. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യമൊക്കെ തുടക്കത്തിലൊക്കെ ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുമായിരുന്നു. പിന്നെ ആ എഴുതിയെടുക്കുന്ന ഇച്ചിരി ടൈം വേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പകരം ആ ക്വസ്റ്റ്യൻസിൻ്റെ നോട്ട്സ് അവൈലബിൾ ആണ്, ആ PDF ഡൗൺലോഡ് ചെയ്ത് ആ ക്വസ്റ്റ്യൻസ് വീണ്ടും റിവൈസ് ചെയ്ത് ആ കോൺസെപ്റ്റ്സ് പഠിക്കുകയായിരുന്നു. പിന്നെ വർക്കൗട്ടും ചെയ്യും. സ്പീഡ് ആദ്യമൊക്കെ മോക്കിലടിക്കുമ്പം അത്ര എനിക്ക് 15-20 മാർക്ക്, 50-ൽ 15-20 മാർക്കൊക്കെ ഉള്ളായിരുന്നു സ്പീഡിൻ്റെ ഇഷ്യൂ കാരണം ലാസ്റ്റ് എനിക്ക് റീസണിങ്ങിൻ്റെ ആദ്യം ടൈം എടുക്കുമായിരുന്നു. അപ്പം ലാസ്റ്റ് 15 മിനിറ്റൊക്കെ മാക്സിനായിട്ട് കിട്ടുമുണ്ടായിരുന്നുള്ളൂ. അപ്പം അതിലൊരു 10 ക്വസ്റ്റ്യനൊക്കെ എനിക്ക് ആദ്യം ചെയ്യാൻ പറ്റുള്ളായിരുന്നു, ടൈം സ്പീഡിൻ്റെ ഇഷ്യൂ ഉള്ളതാണ്. അത് പിന്നെ വർക്കൗട്ട് ചെയ്ത് ഇവിടുത്തെ ആക്ച്വലി റേസിലെ ഞാൻ തുടക്കത്തിൽ മറ്റേ ബേസിക് സർക്കിളിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിരുന്ന് സോൾവ് ചെയ്യുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ബേസിക് സർക്കിളിൻ്റെ മെറ്റീരിയൽ. അപ്പം ആ മെറ്റീരിയൽ ഞാൻ എപ്പോഴും ഫുൾ ഇരുന്ന് സ്വന്തമായിട്ട് സോൾവ് ചെയ്യുമായിരുന്നു, ആരുടെയും ഇതില്ലാതെ.
എന്നിട്ട് ഹെൽപ്പ് ചോദിക്കുമായിരുന്നു. ഞാൻ ജസ്റ്റ് റേസിനെ കുറിച്ച് ഇത് പറയാം. നമ്മൾ ഓഫ്ലൈൻ ക്യാമ്പസ് റേസിനെ കുറിച്ച് പറഞ്ഞ്, അപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ക്യാമ്പസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. SSCയും ബാങ്കും എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. SSC മാത്രമായിട്ട് ഇപ്പോൾ അജേഷിൻ്റെ ഡ്രീം പോസ്റ്റ് തന്നെ നോക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് അജേഷിനെ കിട്ടിക്കാണും. അന്നേരം അജേഷ് അതുമല്ല ലാബ് ഫെസിലിറ്റീസ് ഒക്കെ അജേഷിന് എങ്ങനെ യൂസായി? ലാബ് ഫെസിലിറ്റീസ് ഞാൻ ഇത് തുടങ്ങുന്ന സമയത്ത് ഞാൻ എല്ലാ സൺഡേസും ഒരുവിധം വന്ന് മോക്കൊക്കെ അടിക്കുമായിരുന്നു, എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യാൻ. എനിക്ക് ആദ്യമൊക്കെ തുടക്കത്തിൽ മോക്കടിച്ചപ്പോൾ എനിക്ക് ഒരുവിധം 91 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അടുത്ത മോക്കടിക്കുമ്പോൾ 95, അങ്ങനെ ഗ്രാജ്വലി കൂടി വന്നു. അങ്ങനെ ഒറ്റയടിക്ക് ചാടത്തൊന്നുമില്ല, ഗ്രാജ്വലി കൂട്ടാൻ നോക്കുക. ചിലപ്പം വേണമെങ്കിൽ കുറയുകയും ചെയ്യും, അത് പക്ഷേ ഗ്രാജ്വലി ഏറ്റെടുത്താൽ മതി. പിന്നെ ഓരോ മോക്സിനും അതിൻ്റെതായ ഡിഫിക്കൽട്ടിയും ഇതും ഉണ്ട്. അപ്പം ചില മോക്സ് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും, ചില മോക്സ് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പം അതിൻ്റെ മാർക്ക് ചിലപ്പം കൂടും, മറ്റേതിൻ്റെ കുറയും. അപ്പം നമ്മൾ മാർക്കിനേക്കാളും കൂടുതൽ പെർസെൻറ്റേജിലാണ് മോക്സിൽ ഞാനൊരു പ്രിഫർ ചെയ്യുന്ന ഒരു സാധനം. അപ്പോൾ ഒരു 90% മണ്ടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലൊരു മാർക്കാണ് കിട്ടത്തക്ക. അപ്പം നമ്മൾ പെർസെൻറ്റേജിൽ വെച്ച് ട്രാക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഒരു അക്യുറേറ്റ് മെത്തേഡ്. അപ്പം ഞാൻ എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ ചിലപ്പം സാറ്റർഡേ സൺഡേ ഒക്കെ വന്നിരുന്ന് മോക്ക് അടിക്കാറുണ്ട്. എനിക്ക് ബോറടിക്കുമ്പോഴൊക്കെ ഞാൻ വന്ന് ഇവിടെ ലാബിലിരുന്ന് മോക്ക് അടിക്കാറുണ്ട്. പിന്നെ ഇവിടെ താഴെ റൈസിൻ്റെ താഴെ G4 G3 ഞാൻ പഠിച്ചത്. ഞാൻ രാവിലെ 7 മണിക്ക് വരുമായിരുന്നു, പിന്നെ ചിലപ്പോൾ വൈകിട്ട് 7 മണി 8 മണി വരെയൊക്കെ ഇരിക്കുമായിരുന്നു. എൻ്റെ ഇടയിൽ ബ്രേക്ക് എടുക്കണം, ഞാൻ ഇരുന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുമായിരുന്നു. ബ്രേക്ക് അത് നല്ലതാണ്, കാരണം കണ്ടിന്യൂസ് ഒരാൾക്ക് 8 മണിക്കൂറൊന്നും പഠിക്കാനൊന്നും പറ്റില്ല, നോർമലാണ്. അപ്പം ഇടയ്ക്ക് ഒരു ഷോർട്ട് ബ്രേക്സ് ഇങ്ങനെ എടുക്കുക, ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങുക. എനിക്ക് എൻ്റെ കൂടെ കുറച്ച് പേരുണ്ടായിരുന്നു, 4-5 പേര്. ഓരോരുത്തർ ഞാനും അവരുമായിട്ടൊക്കെ ഇരുന്ന് കോമ്പീറ്റ് ചെയ്യുമായിരുന്നു. അപ്പം ഇങ്ങനെ സെക്ഷൻ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെയൊക്കെ ഓരോ ചാപ്റ്റർ ടെസ്റ്റും സെക്ഷണൽസ് PVQ ഒക്കെ ഉണ്ട്. നമ്മൾ ആർക്ക് കൂടുതൽ മാർക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളി ഒരു ഫ്രണ്ട്ലി രീതിയിൽ കോമ്പറ്റ് ചെയ്യുമായിരുന്നു. അന്നേരം എൻ്റെ മെയിൻ പ്രിപ്പറേഷൻ 90% പ്രിപ്പറേഷൻ ഒരുവിധം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ആയിരുന്നു. പിന്നെ ഞാൻ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ എൻ്റെ GKയുടെ കുറച്ച് ലെവല് കൂട്ടി അങ്ങനെ ശ്രമിച്ചിട്ടുള്ളൂ. അപ്പം 90% പ്രിപ്പറേഷനും ആ ഒരു വർഷം തന്നെ ആയിരുന്നു. നമുക്ക് ഏകദേശം ഒരു രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 7 മണി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 12 മണിക്കൂറോളം നമ്മൾ സ്പെൻഡ് ചെയ്ത് 2 മണിക്കൂറിൽ ഒരു 8 മണിക്കൂർ 8 മണിക്കൂർ പഠിക്കുമായിരുന്നു. ബാക്കി റെസ്റ്റ് പിന്നെ ഫ്രണ്ട്സുമായിട്ട് കളിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട്. പക്ഷെ പഠിക്കുന്ന കാര്യത്തിൽ കറക്റ്റ് ഞാൻ ഒരു സ്കെഡ്യൂളും ടൈം ടേബിളും വെച്ച ഇന്ന് ഇത്രയും പഠിക്കണം എന്നൊക്കെ കറക്റ്റ് ഞാൻ തലേന്ന് അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ള ഫുൾ അങ്ങനെ എഴുതി വെക്കുമായിരുന്നു. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സ്കെഡ്യൂൾ 100% അതേപോലെ പഠിക്കണമെന്നൊന്നും അത് ചിലപ്പോൾ നടന്നൊന്നും വരില്ല, എന്തെങ്കിലുമൊക്കെ ഇത് വരും. പക്ഷെ എന്നാലും ഒരു 80 to 90% നമ്മൾ ഫോളോ ചെയ്യാൻ നോക്കുക മെയിനായിട്ട്. ഈ ഓൾ കേരള ഫസ്റ്റ് റാങ്ക് പ്രതീക്ഷിച്ചെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു എക്സാമിന് ഞാൻ കേരള ഫസ്റ്റ് റാങ്ക് ടാർഗറ്റ് ചെയ്താണ് പഠിച്ചത്. ഞാനിപ്പം മിക്ക എൻ്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ പറയുമായിരുന്നു എനിക്ക് കേരള റാങ്ക് 1 അടിക്കണമെന്നൊക്കെ പറയുമായിരുന്നു. ഞാൻ എൻ്റെ റൂമിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എത്ര സന്തോഷം അല്ല, നമ്മൾ ജസ്റ്റ് മോക്ക് ടെസ്റ്റ് എത്ര എഴുതുമായിരുന്നു? ഒരുപാട് സ്റ്റുഡൻസ് രാവിലെ തൊട്ട്, ഞാനിപ്പം പറയാം റൈസിൻ്റെ ഓഫ്ലൈൻ ക്യാമ്പസിൻ്റെ കാര്യം പറയാം, ഒരുപാട് സ്റ്റുഡൻസ് ലാബിനകത്ത് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അന്നേരം മോക്ക് ടെസ്റ്റ് അനലൈസ് ചെയ്യുന്നുണ്ട്, ഒരു ദിവസം തന്നെ 2-3 മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രിലിംസിന് അജേഷ് എത്ര മോക്ക് ടെസ്റ്റ് എടുക്കുമായിരുന്നു? അല്ലെങ്കിൽ മെയിൻസ് ലാസ്റ്റ് ഒരു 1 month 2 month എന്നൊക്കെ പറയുന്ന ഒരു ക്രൂഷ്യൽ ടൈമാണ്, നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടൈമാണ്. നമ്മുടെ കയ്യിൽ നിന്ന് എക്സാം പോവല്ല്, നമ്മുടെ കയ്യിൽ നിന്ന് ഒരിക്കലും കൈവിട്ട് പോവല്ലെന്ന്. അന്നേരം അജേഷ് എത്രത്തോളം മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്? അതിന്റെ അനലൈസ് എങ്ങനെയായിരുന്നു? ഈ ഒരു ദിവസം 2-3 മോക്ക് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ ഒരു എക്സാമിന്റെ തലേ ആ ഒരു 1 month വേണമെങ്കിൽ ഡെയിലി 1 ഇതൊക്കെ അടിക്കാം. ഞാൻ വീക്കിലി ഒരു 3-4 എണ്ണമൊക്കെ അടിക്കാറുള്ളായിരുന്നു. ബാക്കി റിവൈസ് ചെയ്യുന്നതാണ് നല്ലത് കുറച്ചുകൂടെ. മോക്കും വേണം, പ്രാക്ടീസും വേണം. ഇപ്പം നമ്മുടെ സിലബസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് മോക്ക് അടിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ കണ്ടന്റ് പഠിക്കാനുണ്ടെങ്കിൽ എക്സാമിൻ്റെ സമയത്ത് അത്ര അധികം കണ്ടന്റ് കയറ്റാൻ ഞാൻ പറയില്ല. പഠിച്ചത് തന്നെ റിവൈസ് ചെയ്യാൻ നോക്കുക. പിന്നെ പ്രാക്ടീസ് വേണം. ഇപ്പം ചിലവർക്ക് ക്വാണ്ടിനൊക്കെ ആയിരിക്കും, അപ്പം അതിന് പ്രാക്ടീസ് ചെയ്യുക, സ്പീഡ് വരുത്താൻ. പക്ഷെ 3-4 ഞാനൊരു വിധം ഒരു ടോട്ടൽ ഒരു 50 മോക്കൊക്കെ അടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഡെയിലി 3 എണ്ണം ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് മോക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അജേഷിനോട്. അല്ല, അത് പിന്നെ പലരും ഈ 3 മോക്കൊക്കെ എന്ന് വെച്ചാൽ അത് അനാലിസിസ് കൂടെ ചെയ്യണം. പലരും ഈ 3 മോക്ക് അടിക്കാൻ മോക്കിന് തന്നെ ഇപ്പം 1 മണിക്കൂർ, പിന്നെ അനാലിസിനും അത്രയും സമയം തന്നെ കൊടുക്കേണ്ടിയൊക്കെ വരും. പലരും മോക്ക് അടിക്കലും മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞ് അത് നോക്കത്തുപോലും ഇല്ല. അതിൽ തെറ്റിച്ച ക്വസ്റ്റ്യൻസ് വീണ്ടും ചോദിച്ചാൽ പോലും അവർക്ക് അറിയില്ലേ അതിൻ്റെ ആൻസർ. അങ്ങനെയുള്ള പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും ആ മിസ്റ്റേക്സ് ഒക്കെ ചെയ്യാറുണ്ട്.
അത് ശരിയാണ്. നമ്മൾ അനലൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ മോക്ക് ചെയ്യുന്നതോട് ഒരു കാര്യവുമില്ല. നമ്മൾ വീണ്ടും വീണ്ടും മോക്ക് ചെയ്യുക. നമുക്ക് എവിടെ തെറ്റ് വന്നെന്ന് നമുക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ, അതറിഞ്ഞില്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രയോജനം വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇത്രയും നമ്മുടെ കാര്യം പറഞ്ഞു. അന്നേരം അജേഷിന് നമ്മുടെ സ്റ്റുഡൻസിനോട് ലാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പഠിക്കാൻ ഈ വർഷത്തെ CGL ഇപ്പോൾ നോട്ടിഫിക്കേഷൻസ് വരാറായി. നമുക്ക് ഇതുവരെ വന്നില്ല, മാർച്ച് 31 പറഞ്ഞത്, ഇതുവരെ വന്നില്ല. അന്നേരം ഈ വർഷത്തെ CGL നോക്കുന്ന ആസ്പിരൻസ് നമുക്കിപ്പോൾ ഒരു വർഷമായിട്ട് പഠിച്ച് അല്ലെങ്കിൽ മോക്കൊക്കെ ചെയ്ത് അനലൈസ് ചെയ്യുന്ന ആസ്പിരൻസ് കാണാം, അല്ലെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് നോക്കുന്ന ആസ്പിരൻസ് കാണാം. അവരോട് ജസ്റ്റ് എന്തെങ്കിലും ഒരു ടിപ്സ് പറയാനായിട്ട് അജേഷിന്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടുക. നിങ്ങൾക്ക് കൂടുതൽ കൂളായിട്ട് പോയി എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. എനിക്കിപ്പം ആദ്യത്തെ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ എൻ്റെ കൈയൊക്കെ കിടന്ന് വിറയ്ക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ എക്സാമിനാണെങ്കിൽ പോലും എക്സാമിന് പോയിരിക്കുമ്പോൾ എനിക്ക് ടെൻഷനുണ്ട്. ഞാൻ പക്ഷേ അവിടെ എക്സാം ഹോളിൽ ഇരുന്ന് എന്നെ കൊണ്ട് പറ്റും, ഞാൻ ഐ എം ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് സെൽഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ സെൽഫ് ടോക്ക് ചെയ്ത് നമ്മൾ സ്വയം നല്ലൊരു രീതിയിൽ നമ്മളെ തന്നെ താഴ്ത്തി പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് അത് ഇത് നമുക്ക് ചിലപ്പം പഠിച്ചതുപോലും ഓർമ്മ വരാത്ത രീതിയിലൊക്കെ വേണമെങ്കിൽ വരും. അപ്പം നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ആറ്റിറ്റ്യൂഡ് വെച്ച് എന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. പിന്നെ പഠിച്ച കാര്യങ്ങൾ എക്സാമിന് മുന്നായിട്ട് നല്ല കൃത്യമായിട്ട് പഠിച്ച കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്യുക. കാരണം നമ്മൾ എത്ര പഠിച്ചെന്നല്ല, നമ്മൾ എക്സാം ഹോളിൽ പോയിരുന്ന് എന്താണ് അറ്റൻഡ് ചെയ്യുന്നത്, അതാണ് വാട്ട് മാറ്റേഴ്സ്. സോ അത് അവിടെ വെച്ച് നമ്മുടെ മൈൻഡിൽ വരണമെങ്കിൽ റിവിഷൻ വേണം. അപ്പം പഠിച്ച കാര്യങ്ങളെല്ലാം നല്ലോണം റിവൈസ് ചെയ്യുക. ഇപ്പോൾ ക്വാണ്ടിനാണെങ്കിൽ ഫോർമുലാസും കാര്യങ്ങളും എല്ലാം ഓർത്തിരിക്കുക, അങ്ങനെ വൊക്കാബ് ഓർത്തിരിക്കുക, എല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക, പഠിച്ചെല്ലാം റിവൈസ് ചെയ്യുക. അപ്പോൾ ഈ എക്സാമിനൊക്കെ ആണെങ്കിൽ ലക്ക് ഫാക്ടർ ഉണ്ട്, നല്ല രീതിക്ക് ഒരുവിധം ലക്ക് ഫാക്ടേഴ്സും ഉണ്ട്. ഇപ്പം നമ്മൾ പഠിച്ച ചോദ്യങ്ങൾ തന്നെ നമുക്ക് വന്നാൽ ചിലപ്പോൾ നമുക്ക് നല്ല റാങ്ക് കിട്ടും. നമ്മൾ പഠിക്കാത്ത വേറുള്ളവർ ചിലപ്പോൾ പഠിച്ചത് അവർക്ക് നല്ലത് കിട്ടും. അപ്പം ലക്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, എൻ്റെ കൂടെ ഞാനും അവനും ഒക്കെ ഒരുമിച്ചിരുന്ന് പഠിച്ചതാണ്. ആകാശ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു, എൻ്റെ കൂടെ തന്നെ മാർക്കുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ കൂടെ ഇവിടെ വന്ന് ഇരിക്കേണ്ട ആളുമാണ്. പക്ഷേ പുള്ളിക്ക് ആകെ ഒരു പറ്റിപ്പോയ കമ്പ്യൂട്ടർ ഇച്ചിരി ഇപ്രാവശ്യം അവന്മാർ ഭയങ്കര ടഫാക്കിയ കാരണം, SSC ടഫാക്കിയ കാരണം പുള്ളിക്ക് ജസ്റ്റിന് പോയി. അത് കാരണം ഒന്നും കിട്ടാതായി ആ ഒരു അവസ്ഥയിൽ വന്നു. അത് ബേസിക്കലി പുള്ളിയുടെ ആ ഒരു ലക്കിൻ്റെ പ്രശ്നമാണ്. ഈ കമ്പ്യൂട്ടർ ഇത്രയും പാടാക്കുമെന്ന് ആരും വിചാരിച്ചില്ല. ഇല്ലാന്നെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ നമ്മൾ ഒരുമിച്ച് ഇരുന്ന് ഈ സെലിബ്രേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ഞാനും പുള്ളിയും ഇത് വെച്ചിരുന്നതാണ്. നമുക്ക് രണ്ടുപേർക്കും കേരള 1 and 2 ഒരുമിച്ച് കിട്ടുക ആ ഒരു രീതിയിൽ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ലക്ക് ഫാക്ടർ കമ്പ്യൂട്ടർ ക്വാളിഫൈ ആവാത്ത കാരണം സംഭവം ഇപ്രാവശ്യം കമ്പ്യൂട്ടറിന് ഇതേപോലെ സിലബസിലല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. പിന്നെ ഇതുവരെ ചോദിക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യങ്ങളും കുറച്ചുകൂടെ ഹാർഡ്നെസ് ലെവലൊക്കെ കൂട്ടി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നു. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഈ വരുന്ന CGL 25 എങ്ങനെയാണെന്ന് ഒന്നാമത് പുതിയ വെണ്ടറാണ്. ഇത്രയും നാൾ നടത്തിയിരുന്നത് TCS ആണ്. അപ്പം ഇപ്പം നടത്താൻ പോകുന്ന എജ്യൂക്കിറ്റി ആണോ എന്നറിയില്ല. എജ്യൂക്കിറ്റി ആക്ച്വലി ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന അവരാണോ എന്നറിയില്ല, വേറെ ഏതോ ഏജൻസി ആവാം. പക്ഷെ എന്തായാലും വെണ്ടർ വേറെയാണ്. അപ്പം അവരുടെ പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആവുമെന്ന് ചിലപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നല്ലൊരു രീതിയിൽ ലക്ക് ഫാക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പം ഫെയിലിയറിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ തളരരുത്. നിങ്ങൾക്ക് വേറെ ഇഷ്ടം പോലെ എക്സാംസ് ഉണ്ട്. വേറെ ഇപ്പം റെയിൽവേ ആയാലും വേറെ കുറേ CIHSL സെലക്ഷൻ പോസ്റ്റ് ഉണ്ട്. അതെ, IB ഇഷ്ടം പോലെ ഉണ്ട്. വേണമെങ്കിൽ CGL തന്നെ വീണ്ടും ഇതാവുന്നേ ഉള്ളൂ. ഒരു ലെവലിലുള്ളവർക്ക് കുറച്ച് പ്രാക്ടീസ് വെച്ചാൽ സുഖമായിട്ട് അടുത്ത ക്രാക്ക് ചെയ്യാം. എനിക്കിതാണ് പറയാനുള്ളത്. ഇനി നമുക്ക് റിസൾട്ടിലോട്ട് വരാം. അജേഷ് ജസ്റ്റ് ഈ റിസൾട്ട് 2 ദിവസം മുന്നേ നോക്കിയപ്പം ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന പോസ്റ്റ് കണ്ടപ്പം അജേഷിന് എന്താ തോന്നി? ശരിക്കും പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തിരുന്നോ? അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം നമുക്ക് ഓൾ ഇന്ത്യ റാങ്ക് ഒക്കെ നോക്കുമ്പോൾ നമുക്കൊന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് അത് കണ്ടപ്പോൾ ആ റാങ്ക് ലിസ്റ്റിനകത്ത്, ഫൈനൽ ലിസ്റ്റിനകത്ത് പേര് കണ്ടപ്പോൾ അജേഷിന് എന്ത് വന്നു? എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഞാൻ ആക്ച്വലി ഓഫീസിൽ ഡ്യൂട്ടിക്ക് ഇരിക്കുന്ന സമയത്താണ് ഈ റിസൾട്ട് വന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പേരുണ്ട്. എനിക്കൊരു നല്ല സന്തോഷമായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാർക്ക് കുറേ പേർക്ക് കിട്ടാത്തതും വന്നു, കിട്ടിയതും വന്നു. അപ്പോൾ ഒരു മിക്സഡ് ഒരു ഇമോഷൻ പോലൊക്കെ ആയിരുന്നു. സന്തോഷമുണ്ട്. വീട്ടിലെല്ലാവർക്കും നല്ല സന്തോഷം. അവര് കേരള റാങ്ക് 1 എന്നൊക്കെ പറയുമ്പോൾ അവർക്കും ഒരു സന്തോഷമുണ്ടല്ലോ. ലെവൽ 7 പോസ്റ്റ് ചേച്ചി ഓൾറെഡി വർക്കിംഗ് ആണ്. ചേച്ചി എക്സ്പെക്ട് ചെയ്തിരുന്നു. ചേച്ചിക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുക, റിസൾട്ട് വന്നോന്നും ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇപ്പം SSCയുടെ ഒരു ജോബ് അജേഷ് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് അജേഷ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്നൊരു ജോലി കിട്ടി. ഞാൻ ജസ്റ്റ് ചോദിക്കുന്നത്, ഈ ഒരു വർഷം
ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്തല്ലെങ്കിൽ കഴിഞ്ഞ CGL ക്ലിയർ ചെയ്ത് ഏകദേശം ഒരു ഇത്രയും മാസങ്ങൾ ജോലി ചെയ്തപ്പോൾ അജേഷിന് എങ്ങനെയാണ് SSC ഒരു ഡിപ്പാർട്ട്മെന്റ് ജോബിനെ കുറിച്ച് എന്ത് തോന്നുന്നു? ഓക്കെയാന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന ജോബിനെ പറ്റിയാണ്. എൻ്റെ ജോബ് വരുന്നത് ഇൻകം ടാക്സിൽ. ആക്ച്വലി ഞാൻ ഇൻവെസ്റ്റിഗേഷൻ വിങ് എന്നാണ്. അത് ഇൻകം ടാക്സിൽ തന്നെ ഒരു സ്പെഷ്യൽ യൂണിറ്റ് ആണ്. നമ്മളാണ് ഈ മെയിനായിട്ട് ഈ ബേസിക്കലി റെയ്ഡുകളൊക്കെ പോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു കോട്ടയം ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ സെർച്ചസിന് ഈ വർഷം കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ പോയത് ഞാനാണ്. ഞാനിവിടെ ഗോവയ്ക്ക് വരെ സെർച്ച് പോയി. ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു മേജർ അതിൻ്റെ പേര് ഞാൻ ഇത് ചെയ്യുന്നില്ല, അത് ചെന്നൈയുടെ സെർച്ചായിരുന്നു. അതിന് ഞാനിവിടെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എനിക്ക് തോന്നുന്നു 8ഓളം സെർച്ചസ് ബേസിക്കലി റെയ്ഡാണ്. അത് നമ്മൾ സെർച്ച് ആൻഡ് സീഷർ എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഞാൻ പലയിടത്ത് ഇപ്പം നമുക്ക് സെർച്ചൊക്കെ വരുമ്പോൾ നമുക്ക് സുഖമാണ്. നമ്മുടെ സ്റ്റേ വരുന്നത് ഒരുവിധം 4-star ഹോട്ടൽസ്, അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം. പിന്നെ ഈ സെർച്ച് കഴിഞ്ഞാലും നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസമൊക്കെ ഓഫ് ഉണ്ട്. ഇപ്പം ഞാൻ ഗോവയിൽ പോയപ്പോൾ ഞാൻ അവിടെയൊക്കെ സെർച്ച് കഴിഞ്ഞ് ഒരു ദിവസമൊക്കെ കറങ്ങി നമുക്ക് പ്ലെയിനൊക്കെ ബുക്ക് ചെയ്ത് തരും അവിടെ പോകാനും. അപ്പോൾ അവരിങ്ങനെ റിക്വസ്റ്റ് ചെയ്യും ഇങ്ങനെ അഡീഷണൽ മാൻ പവറിന് വേണ്ടി. അപ്പം നമ്മളിങ്ങനെ പോകും. ഇപ്പം ചെന്നൈയിൽ പോകാറുണ്ട്, ചെന്നൈക്കാർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, അങ്ങനെയൊക്കെ പോകും. പിന്നെ ഓഫീസിൽ ഒരു സുഖമാണ് ബേസിക്കലി ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞത് അഡ്വഞ്ചറസ് പോസ്റ്റ് ആണ്. ഇടയ്ക്ക് ഇതേപോലെ ഫീൽഡ് വർക്കും വരാറുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ അറിയാലോ, കുറച്ച് സീക്രസി ഉള്ള ഒരു സെഷൻ ആണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആക്ച്വലി പറഞ്ഞുകൂടാത്തതാണ്. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ തന്നെ സെലക്ട് ചെയ്യണമെങ്കിൽ അന്നേരം അത്യാവശ്യം ഒരു അഡ്വഞ്ചറസും അത്യാവശ്യം ഹാപ്പി ഒരു ലൈഫ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അജേഷ് ആണ്. അജേഷ് ഏകദേശം നമുക്ക് ഏപ്രിൽ 2024 എന്ന് പറയുമ്പോൾ ഏപ്രിൽ 2026 നമുക്ക് ഏകദേശം 2 വർഷമായപ്പം അജേഷിൻ്റെ ഈ ഇന്ത്യയിൽ തന്നെ SSC പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരുടെയും ഒരു ഡ്രീം പോസ്റ്റ് ആയ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്നൊരു രീതിയിലോട്ടാണ് അജേഷ് ഇപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്നത്. ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആയിട്ടാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും, എല്ലാ ആസ്പിരൻസിനും ഇപ്പം SSC CGL 2026 നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. എല്ലാവർക്കും ആ ഒരു പോസ്റ്റിലോട്ട് എത്താനായിട്ട് പറ്റും. അജേഷ് പറഞ്ഞ കാര്യങ്ങൾ കൺസിസ്റ്റൻ്റ് ആവുക, ഒരു ദിവസം മുന്നേ തന്നെ ടാസ്കുകൾ എഴുതി വെച്ചിട്ട് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം എഫേർട്ട് നമ്മൾ ഇടുക, ഡെയിലി റിവിഷൻ ചെയ്യുക. അജേഷ് പറഞ്ഞൊരു മെയിൻ കാര്യമാണ്. നമ്മൾ അനലൈസ് ചെയ്യാതെ കാര്യമില്ല, നമ്മൾ മാക്സിമം റിവൈസ് ചെയ്യണം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അജേഷ് ഏറ്റവും അത്യാവശ്യമായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറഞ്ഞായിരുന്നു. നമുക്ക് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് അല്ലേ, നമ്മൾ പറയുന്നതാണ് നമ്മുടെ മൈൻഡ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നമ്മൾ എത്രത്തോളം പോസിറ്റീവ് പറയുന്നോ നമ്മളെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറയുന്നത് നിർത്തിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഐ ആം ദ ബെസ്റ്റ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരെയും കൊണ്ട് പറ്റുക. നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ വരുന്ന SSCയുടെ എക്സാംസ് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ഓൾറെഡി മനസ്സും കൊണ്ട് വിഷ് ചെയ്തിട്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.